നമസ്കാരം, നിഖിലാണ്. കായിക രംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളും എത്തുന്ന കളിക്കളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കളിക്കളത്തിൻ്റെ ഈ അധ്യായത്തിൽ നമ്മളൊരു പൂരത്തിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. കാരണം കേരള ക്രിക്കറ്റിൻ്റെ പൂരം, കേരള ക്രിക്കറ്റ് ലീഗ് അതിൻ്റെ 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ആദ്യ സീസണിലെ വിജയം അത് നൽകുന്ന ഊർജ്ജത്തോടെയാണ്, അത് നൽകുന്ന ആത്മവിശ്വാസത്തോടെയാണ് കേരള ക്രിക്കറ്റ് ലീഗ് അതിൻ്റെ 2ാം സീസണിലേക്ക് കടക്കുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സഞ്ജുവിനെ പോലുള്ള താരങ്ങൾ എത്തുന്നതോടെ ഇത്തവണത്തെ സീസണ് മാറ്റ് കൂടും. അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആറ് ടീമുകളുടെയും ഉടമസ്ഥരും KCA ഭാരവാഹികളും പങ്കെടുത്ത ഈയൊരു ചടങ്ങ്, അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ്. സർവസംഹാരിയായി ഗജവീരൻ വരികയായി മക്കളെ, ശൗര്യത്തിന്റെ കൊടുമുടിയേറി വരികയായി അവൻ. 6 ടീമുകൾ നയിക്കാൻ ത്രിമൂർത്തികൾ, ഇതിഹാസം കുറിക്കാൻ ഒരേ ഒരു വേദി. KCL സീസൺ 2 ഇനി കളി തുടങ്ങുമല്ലേ. തലസ്ഥാന നഗരിയെ ആവേശത്തിലാക്കിയാണ് കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ ഗ്രാൻഡ് ലോഞ്ച് നടന്നത്. വാദ്യമേളങ്ങളും താരങ്ങളും ഒത്തുചേർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിശാഗന്ധിയിൽ ഉത്സവാന്തരീക്ഷമായിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര ലീഗായി മാറാൻ KCL സാധിക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരള ക്രിക്കറ്റ് വളർച്ചയുടെ നിർണായക ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ നമ്മൾ നേടിയ വിജയം ക്രിക്കറ്റ് ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച ഒന്നാണ്. 74 വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിലാണ് ആ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ക്രിക്കറ്റ് ലീഗ് അത് കേരളത്തിലെ ക്രിക്കറ്റ് മേഖലയ്ക്ക്, ഈ കായിക മേഖലയ്ക്ക്
വലിയ ആവേശം സമ്മാനിച്ചു എന്ന് നമുക്കറിയാം. കേരളത്തിലെ ഗവൺമെന്റ് ഇതിനെ സഹായിക്കുന്നത് കായിക വകുപ്പ് കായിക താരങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സഞ്ജുവിനെ പോലുള്ള, PR ശ്രീജേഷിനെ പോലുള്ള, IM വിജയനെ പോലുള്ള താരങ്ങളെ സൃഷ്ടിക്കാനാണ് കായിക വകുപ്പ് ശ്രമിക്കുന്നത്. ആ താരങ്ങൾ മുമ്പ് നമുക്ക് സ്വപ്നമായി. മുമ്പൊക്കെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള താരങ്ങളായിരുന്നു ക്രിക്കറ്റിലുണ്ടായത്. അത് ധോണി ആയാലും അതുപോലുള്ള മറ്റേത് താരങ്ങളും നമുക്ക് കേരളത്തിൽ നിന്നും അത്തരത്തിലൊരു താരത്തെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചൊരു കാലഘട്ടം ഉണ്ടായി. പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ വർഷങ്ങൾക്ക് ശേഷം കേരളം ഫൈനലിൽ പ്രവേശിച്ചു. ഈ ഫൈനൽ പ്രവേശനത്തിൽ നിർണായകമായത് സൽമാൻ നിസാറിൻ്റെ ഹെൽമറ്റാണ്. കാരണം സൽമാൻ നിസാറിൻ്റെ ഹെൽമറ്റിൽ കൊണ്ട് നായകൻ സച്ചിൻ ബേബി എടുത്ത ആ ഒരു ക്യാച്ചാണ് കേരളത്തിന് ഫൈനലിലേക്ക് വഴി തുറന്നത്. ആ ഒരു ഹെൽമറ്റിനെ ആസ്പദമാക്കി ഇത്തവണ ഈ KCLൻ്റെ ഭാഗമായി ഒരു ഫാൻ ജേഴ്സി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുറത്തിറക്കുന്നുണ്ട്. അതിൻ്റെ ലോഞ്ച് നിർവഹിച്ചത് സഞ്ജു സാംസണും സൽമാൻ നിസാറും ചേർന്നാണ്. അതിൻ്റെ കാഴ്ചയാണ്. ജേഴ്സി ലോഞ്ച് ആണ് നമ്മൾ ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. സൽമാൻ നിസാറാണ് സഞ്ജു സാംസൺ ആൻഡ് ഫാൻ ജേഴ്സി കൊടുത്തുകൊണ്ട് ഈ ഒരു ലോഞ്ച് ഇവിടെ നിർവഹിക്കുന്നത്. Ladies and gentlemen, can we have a round of applause from all of you? And that is the moment here, the fan jersey launch of KCL Season 2. ഗ്യാലറിയിലെ പിന്തുണ കളിക്കളത്തിലുള്ള ഏതൊരു കളിക്കാരനും അനിവാര്യമെന്ന് സഞ്ജു സാംസൺ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയ നന്ദി പറഞ്ഞു തന്നെ തുടങ്ങുന്നത്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വപ്നമാണിത്. നമ്മളെല്ലാവരും കേരള ക്രിക്കറ്റിന് വേണ്ടി 15-20 വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്ലേയേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് സ്റ്റാർ സ്പോർട്സിൽ ലൈവായിട്ട് 10 മാച്ച് കളിക്കാൻ കിട്ടിയ ഒരു അവസരം നാട്ടിലെ ക്രിക്കറ്റേഴ്സിനും ക്രിക്കറ്റ് ഫാൻസിനൊക്കെ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ് നൽകിയത്. സ്പോർട്സ്മാൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഡെഡിക്കേഷനും അത്രയ്ക്കും സാക്രിഫൈസും ചെയ്തിട്ടാണ് സ്പെഷ്യലി കേരള ക്രിക്കറ്റേഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ടും അതിനുള്ളൊരു എനർജിയും ഇവിടെ ഇത്രയും നന്നായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇന്ത്യൻ ടീം ഡ്രസ്സിംഗ് റൂമിലുള്ള ഒരു നോർമൽ ടോക്സ് എന്ന് വെച്ചാൽ കേരള ക്രിക്കറ്റേഴ്സിൻ്റെ ടാലൻറ്റ് ഒരു രക്ഷയില്ലെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമ്മുടെ ഭയങ്കര ഒരു വിചാരിക്കാത്ത അപ്പുറത്തുള്ള ലെവലിലുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റേഴ്സിനുണ്ട്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് KCA സെറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ KCL എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ KCL എൻ്റെ ഒരു ഫീൽഡ് ഇൻ നെക്സ്റ്റ് 5 years ഇറ്റ് ഷുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് ലീഗ്സ് ഇൻ ദ ഡൊമസ്റ്റിക് സർക്യൂട്ട് ഇസ് വാട്ട് ഐ തിങ്ക്. ഇനി നമുക്ക് 6 ടീമുകളെയും പരിചയപ്പെടാം. നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങിൽ ഔദ്യോഗികമായി ഈ ഒരു 6 ടീമുകളെയും പരിചയപ്പെടുത്തിയിരുന്നു. ഈ ടീമുകളുടെയൊക്കെ ഉടമസ്ഥർ അത് കഴിഞ്ഞ വട്ടത്തെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആണെങ്കിലും തിരുവനന്തപുരം റോയൽസ് ആണെങ്കിലും ഒപ്പം ആലപ്പി റിപ്പിൾസും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തൃശ്ശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സും എല്ലാം ചേരുന്ന ഈ ഒരു ടീം, ഈ ഒരു 6 ടീമുകളെ പരിചയപ്പെടുന്ന ചടങ്ങും അതും ഈ ഒരു വലിയ ചടങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഔദ്യോഗിക ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. കടലൊന്നായിരമ്പട്ടെ കടപാലം കുലുങ്ങട്ടെ കടലോരം വെടിക്കെട്ടോടെതിരേൽക്കട്ടെ കൊല്ലത്തിൻ പടക്കപ്പൽ പടവട്ടാൻ ഇറങ്ങട്ടെ കപ്പെത്താൻ കപ്പടിക്കാൻ കളത്തിലെത്തട്ടെ. ഹിസ്റ്ററി ഈസ് മെയ്ഡ്. കാരണം ഇനി ആര് ജയിച്ചാലും അത് രണ്ടാമതാണ്. നാളെ PSCയിൽ KCLലെ ഫസ്റ്റ് എഡിഷൻ ജയിച്ച് എന്നുള്ളൊരു ചോദ്യമല്ലേ വരാൻ ചാൻസ് ഉള്ളൂ. അതെന്തായാലും ഞങ്ങൾ ഹിസ്റ്ററി ഉണ്ടാക്കി. അതുകൊണ്ട് പ്രഷർ എന്നുള്ളതില്ല. നമ്മളെ ഓരോ ഗെയിമും എൻജോയ് ചെയ്യുക. നമ്മൾ ഓരോ കളിയും ഒരു കളിയായിട്ട് കണ്ട് ക്രിക്കറ്റിനെ സ്നേഹിക്കുക. എല്ലാവരും അങ്ങോട്ട് ചുറ്റും അറിയുന്നവരാണ്. അപ്പോൾ ഒരു ജെന്റിൽമാൻ ഗെയിമാണ്. അപ്പോൾ നല്ല എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്ത് പോകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരുമിച്ചു കളിക്കാം, ഒരുമിച്ചു ജയിക്കാം.
ഇത്തവണ നമ്മുടെ എല്ലാവരുടെയും ടീം വളരെ സ്ട്രോങ് ആണ്. ഞങ്ങളുടെ ടീം ഞങ്ങൾ എന്ത് എക്സൈറ്റഡ് ആണോ അതുപോലെ ഈക്വലി എക്സൈറ്റഡ് ആണ് ബാക്കി എല്ലാ ടീംസിനും. എന്നാലും ഒരു പൊടിക്ക് ഒരാഗ്രഹമുണ്ട്, ഞങ്ങൾ കപ്പ് എടുക്കണമെന്ന്. സോ അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പടക്കുന്നതിന്റെ മണ്ണിൽ പൂരമെട ചെണ്ട ചപട തീ പറക്കട കണ്ണിൽ ബാറ്റ് എടുക്ക് ലെറ്റ്സ് പ്ലേ ഗൈസ്. കാർഡെടുത്തിട്ട് നിന്ന് വീശിപ്പെട്ടട പാഞ്ഞെടുക്കട നേരമില്ല റൺ റൺ പോരാട്ടമാ തൃശൂർ ടൈറ്റൻസ്. താരങ്ങൾ പോരാടും 2020 നെഞ്ചാകെ ഞങ്ങൾ തൃശൂർ ടൈറ്റൻസ്. ഈ പൂരം നമ്മൾ കൊണ്ടുപോകും. നമ്മുടെ ടീമെ വെടിക്കുന്ന ടീമാ, നമ്മൾ വെടി പൊട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകും. With the support of all the fans here. അതൊരു ഡ്രീം കം മൂമെൻ്റാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻലി നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഞ്ജു ബ്രദേഴ്സ് ആൻഡ് അത് സാംസൺ ബ്രദേഴ്സിനെ നമുക്ക് സ്റ്റേജിൽ നമുക്കിവിടെ KCLയെ ഫ്രാഞ്ചൈസിയിലേക്ക് എത്തിക്കാൻ പറ്റി എന്നാണ് നമ്മുടെ ഒരു പ്രൗഡ് മൊമെൻ്റായിട്ട് നമ്മൾ കാണുന്നത്. This year, what KCL 2.0 is doing is brilliant, because I feel Kerala, with the help of KCL, they're really providing a platform for grassroots cricket. And with the help of Sanju Samson and everybody else, it's going to be a great platform. ട്രിവാൻഡ്രം റോയൽസിൻ്റെ ഉടമ കൂടിയായ കീർത്തി സുരേഷും ചടങ്ങിൻ്റെ ഭാഗമായതോടുകൂടി ചടങ്ങിൻ്റെ മാറ്റ് കൂടി. കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് KCA വലിയ പിന്തുണ നൽകുന്നുണ്ടെന്നും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മിന്നുമണിയും ആശയും സജനയും ജോഷിതയുമെന്നും ട്രിവാൻഡ്രം റോയൽസ് ഉടമകളിൽ ഒരാളായ കീർത്തി സുരേഷ് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 എന്റർടൈൻമെന്റ് മീഡിയംസ് ആണ്, ഒന്ന് സിനിമ, മറ്റൊന്ന് ക്രിക്കറ്റ്. ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ രണ്ടിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കിന്ന് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം രഞ്ജി ട്രോഫി ഫൈനൽസിൽ കളിച്ചു. അത് നമ്മളെല്ലാവർക്കും വളരെ അഭിമാനകരമായ കാര്യമാണ്. ആൻഡ് അത് മാത്രമല്ല, ഈ KCA ഓർഗനൈസ് ചെയ്യുന്ന കേരള ക്രിക്കറ്റ് ലീഗ് നമ്മൾ ഈ കാണുന്ന മുന്നിലുള്ള എല്ലാ യങ് ടാലൻസിനും ഒരു നല്ല പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് സീസൺ വളരെ അടിപൊളിയായിട്ട് നടന്നു. ഈ സീസൺ അതിലും മികച്ചതാവും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് T20 വിമൻസ് ടൂർണമെന്റിൽ ട്രിവാൻഡ്രം റോയൽസ് വിജയിച്ചു. ആൻഡ് എല്ലാ വണ്ടർഫുൾ വിമനും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ടു ഓൾ ദോസ് വണ്ടർഫുൾ ഗേൾസ്. അതുപോലെ തന്നെ നമ്മുടെ പെണ്ണുങ്ങളായ മിന്നുമണി, സജന സജീവൻ, ജോഷിത, ആശ ശോഭന, അരുന്ധതി ഇവരെല്ലാവരും ഇന്ത്യൻ ടീമിൽ കയറിയിട്ടുണ്ട്. ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു ദം. സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്ന ട്രോഫി ടൂർ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, സഞ്ജു സാംസൺ, കീർത്തി സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ലീഗിനോടനുബന്ധിച്ച് നിർമ്മാതാവ് G. സുരേഷ് കുമാറും സംവിധായകൻ ഷാജി കൈലാസും ഒന്നിക്കുന്ന മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായ KCLന്റെ പരസ്യചിത്രത്തിന്റെ ബിഹൈൻഡ് ദ സീൻസ് പുറത്തിറക്കി. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. കേരള ക്രിക്കറ്റ് ലീഗ് അത് 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാർ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ CEO പ്രഭിരാജ് നമ്മുടെ കൂടെയുണ്ട്. 2ാമത്തെ സീസണിലേക്ക് കടക്കുകയാണ്. താങ്കൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്
അതായത് PSC ക്വസ്റ്റ്യനിൽ അടക്കം വരികയാണെങ്കിൽ ലീഗിലെ ആദ്യത്തെ ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് കൊല്ലം സെയിലേഴ്സ് എന്ന് വരുന്നു. അപ്പോൾ രണ്ടാം സീസണിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? സ്വാഭാവികമായിട്ടും എല്ലാ ടീമും ഒരുപോലെ ബാലൻസ്ഡ് ആണ്. പിന്നെ സഞ്ജു കൂടെ വന്നപ്പോഴത്തേക്കിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ടീം സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് ഇയറിൽ നമ്മൾ 2 മാച്ച് മാത്രമാണ് നമ്മൾ ലോസ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ മാച്ചസും നല്ല കൺവിൻസിംഗ് ആയിട്ടാണ് ജയിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ മിഡിൽ ഓർഡറൊന്നും അങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ 4 പേരെ റീറ്റെയിൻ ചെയ്തു. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഏരിയാസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടൊരു ടീമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. മിഡിൽ ഓർഡർ ആയാലും ഫിനിഷേഴ്സ് ആയാലും ബാക്കപ്പ് ആയാലും പേസ് ബൗളേഴ്സായാലും എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഞങ്ങളുടെ സച്ചിൻ ബേബി ഫ്രണ്ടിൽ നയിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ സീസണിലെ ഏറ്റവും കരുത്തുറ്റ ബാറ്റർമാർ 2 പേര് സച്ചിൻ ബേബിയും വിഷ്ണു വിനോദുമായിരുന്നു. ഈ സീസണിൽ 2 പേരും ഒരുമിച്ച് കൊല്ലത്തിന് വേണ്ടി ഇറങ്ങുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് വിഷ്ണു വിനോദിനെ പോലെ ഒരു IPL കളിച്ച് എക്സ്പീരിയൻസ് ഒരു താരം കൊല്ലത്തിലേക്ക് വരുന്നു. അത് എനിക്ക് തോന്നുന്നു ലേലത്തിൽ സഞ്ജു കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടിയ വിലയേറിയ താരമാണ് വിഷ്ണു വിനോദ്. അപ്പോൾ വിഷ്ണുവും കൂടി ടീമിലേക്ക് വരുമ്പോൾ എത്രത്തോളം ടീം കരുത്താവും ബാറ്റിങ്ങിൽ? ആക്ച്വലി കൊല്ലത്തിന്റെ കൂടെ പത്തനംതിട്ടയോടെ ചേർന്നെന്ന് പറയാം. ഞങ്ങൾ അയൽവാസി എന്റെ അടുത്ത സുഹൃത്താണ്, എന്റെ നാട്ടുകാരൻ കൂടിയാണ്. ഞാൻ എന്റെ സ്ഥലം ചെങ്ങന്നൂരാണ്. എന്റെ നാട്ടുകാരൻ കൂടിയാണ് വിഷ്ണു വിനോദ്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം വിഷ്ണുവിനെ പോലെ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഒരു 2020 ഫോർമാറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ കൊച്ചിക്ക് സഞ്ജു പോലെയാണ് ഞങ്ങൾക്ക് വിനോദ്. വിനോദിനെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ വിനോദ് ഒന്ന് പൊട്ടിയാൽ രണ്ടാമത്തെ കപ്പും ഞങ്ങളുടെ ഷോക്കേസ് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. വിഷ്ണുവിനെ പോലൊരു ആളെ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും സച്ചിനും എല്ലാവരും ഒരുമിച്ച് കളിച്ചുകൊണ്ട് ആ ഒരു കോംബോ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ക്രിക്കറ്റിനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നൊരു ഫ്രാഞ്ചൈസി കൂടിയാണ്. ഇപ്പോൾ സ്വന്തമായൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം എന്ന സ്വപ്നത്തിലേക്ക് കൂടി ഏരിയസ് കൊല്ലം സീരീസ് കടക്കുകയാണല്ലേ? അതെ, അത് ഉടനെ അതിന്റെ പ്രാരംഭ പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ഇത് സീസൺ കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം കൊല്ലത്ത് വേറൊരു ഇതുകൂടെ എഴുകോട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കിഴക്കൻ മേഖലയായ പുനലൂരും ഒരു ഗ്രൗണ്ട് ഇപ്പം KC ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അത് നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ രണ്ടാം സീസണിലേക്ക് വരുന്നു. ആദ്യത്തെ സീസണിൽ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊരു വിജയമായിരുന്നു. പ്രത്യേകിച്ച് യുവതാരങ്ങൾ ഇപ്പം വിഘ്നേഷ് പുതൂരിനെ പോലുള്ളവർക്ക് IPL-ലേക്ക് വരെ വഴി തുറന്നു. അപ്പോൾ അങ്ങനെ രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ ഈ KCL നൽകുന്ന ക്രിക്കറ്റ് നൽകുന്ന ഒരു വലിയൊരു പിന്തുണ അത് വളരെ വലുതല്ലേ? അത് പറഞ്ഞറിയിക്കുക. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ന് സഞ്ജു പറഞ്ഞ കണക്ക് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പോലും കേരളത്തിലെ ടാലന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ടാലൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെക്കും അതൊന്ന് ഷോക്കേസ് ചെയ്യാനൊരു വേദി കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പം KCL കേരള ക്രിക്കറ്റ് ഒരു വേദി ഉണ്ടാക്കി. അതേപോലെ സ്റ്റാർ സ്പോർട്സിൽ സെലക്ടേഴ്സിന് വരെ കാണാനുള്ള രീതിയിലൊരു മീഡിയയിലും കൂടെ അവർക്കത് പ്രൂവ് ചെയ്യാനൊക്കെ എന്നുള്ള ഒരു ഷോക്കേസിനുള്ള ഒരു വേദി കൊണ്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ടാലൻസിനെ അവർക്ക് കണ്ടെത്താനും സെലക്ടേഴ്സ് ഒരുപാട് പേര് ഇനി ഈ കളി കാണാനൊക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിലെ കുറച്ച് പ്ലേയേഴ്സിന് IPL-ന്റെ സെലക്ഷൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം. ഇപ്പം ബിജു ആയാലും ഷറഫൊക്കെ അടുത്ത ലെവലിലേക്ക് പോയി. സോ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം വളരെ അൺനോൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് പോലും ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും നിലനിർത്താമെങ്കിലും കുറച്ച് ആൾക്കാർ വലിയ വിലയ്ക്ക് പോയി. അതുതന്നെ വലിയൊരു ഭാഗ്യമില്ല. അവരെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു, അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ ടൈറ്റൻസിന്റെ ഉടമ സജാദ് സെയ്ദാണ് നമ്മുടെ കൂടെയുള്ളത്. സജാദ് സാർ, സീസൺ 2-ാം ഇതിലേക്ക് കടക്കുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗ് 2-ാം സീസണിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ആദ്യത്തെ പ്രതീക്ഷ നമ്മൾ ടീം ട്രോഫി എടുക്കുന്നത് തന്നെയാണ്. നമ്മൾ അതിനെല്ലാം ക്രിക്കറ്റ് കളിക്കുന്നതും നമ്മൾ ടീം എടുത്തതൊക്കെ അതിനാണ്. അതിൽ ഉപരിയായിട്ട് KCA ഇപ്പം നടത്തുന്ന പ്രൊമോഷൻസും കാര്യങ്ങളിലും ഐ എം ഷുവർ കേരള ക്രിക്കറ്റ് വിൽ ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് ലീഗ്സ് ഇൻ ഇന്ത്യ. അതുകൂടാതെ ഇപ്രാവശ്യം ഇഷ്ടംപോലെ യങ്സ്റ്റേഴ്സ് വരുന്നു നമുക്ക് വിശ്വാസമുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിച്ച ടീമാണ്. നമ്മുടെ ടീമിൽ നിന്ന് ഓൾമോസ്റ്റ് 5-6 പേര് കേരള സീനിയർ ടീമിൽ കളിച്ചു. ഇക്കൊല്ലവും നമ്മുടെ ടീമിലുള്ള യങ്സ്റ്റേഴ്സ് പെർഫോം ചെയ്യുന്നു. അവർ മേളിലേക്ക് പോകുന്നു, അടുത്ത പടി കയറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ KCA നൽകുന്നൊരു പിന്തുണ അത് വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൽമാനും ഒക്കെ പറഞ്ഞതുപോലെ ഈ വിഘ്നേഷ് പുതൂരിനെ പോലുള്ള പല താരങ്ങൾക്കും മുംബൈ ഇന്ത്യൻസ് പോലൊരു ടീമിലേക്ക് എത്താൻ സാധിച്ചു ഈ കേരള ക്രിക്കറ്റ് ലീഗ് കൊണ്ട്. അപ്പോൾ ഈ KCA നൽകുന്ന പിന്തുണ അത് വളരെ വലുതല്ലേ? തീർച്ചയായും. KCA ഉണ്ടെങ്കിലേ ഇവിടെ ക്രിക്കറ്റ് ഉള്ളൂ. ആൻഡ് KCA തരുന്ന പോലെ
അവരുടെ ഗെയിമിലുള്ള സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഓർഗനൈസേഷനും കേരളത്തിൽ തരുന്നുണ്ടെന്ന്. KCA ശരിക്കും നമ്മൾ ഓണേഴ്സായ നമുക്കറിയാം അവർ അങ്ങ് എങ്ങനെയൊക്കെ നമ്മൾ സഹായിക്കാൻ പറ്റുമോ എല്ലാ രീതിയിലും അവർ സഹായിക്കുവാണ്. ആൻഡ് ദി ആർ ഗിവിങ് അസ് ഓൾ ദ ഫെസിലിറ്റീസ്. അതുകൂടാതെ KCA ഇപ്പം പല ഗ്രൗണ്ട്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മൾ വിഘ്നേഷ് പുത്തൂറിനെ പോലെയും ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഇനി നമ്മുടെ IPL-ലും സീനിയർ ടീമിലേക്കും വരുന്നതായിട്ട് നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ 2ാം സീസണിലേക്ക് വരുന്നു. ഇത്തവണ കപ്പടിക്കും, ഉറപ്പാണോ? ഉറപ്പല്ലേ. കാര്യം ഐ ബിലീവ് നമ്മുടെ ടീം വളരെ ബാലൻസ് ടീമാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്, ഇഷ്ടംപോലെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ യങ്സ്റ്റേഴ്സിൽ T20 വിശ്വസിക്കുന്ന കാര്യം വെച്ചാൽ അവർക്ക് പേടിയില്ല, ധൈര്യത്തോടെ അവർ കളിക്കും. ആൻഡ് T20 ഇസ് എ ഗെയിം വേ യു ഹാവ് ടു പ്ലേ ബ്രേവ്ലി. അത് കാരണം എനിക്ക് വളരെ ഉറപ്പുണ്ട്. നിങ്ങളിപ്പോൾ റോഹിത്തിനെ എടുത്താൽ തന്നെ 17 വയസ്സേ ഉള്ളൂ, യങ്ങസ്റ്റ് പ്ലെയർ നമ്മളെ എടുത്തത്. സോ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ് നമ്മുടെ ടീം നന്നായിട്ട് വരും, ഫൈനലി വരും, ഉറപ്പായിട്ടും കപ്പെടുക്കും ഇപ്രാവശ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം സൽമാൻ നിസാർ നമ്മുടെ കൂടെയുണ്ട്. സൽമാൻ നിസാറിലേക്ക് വരുമ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിന് അപ്പുറത്തേക്ക് സൽമാൻ്റെ ഹെൽമെറ്റാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിലും താരമായ സൽമാൻ്റെ ഹെൽമെറ്റ് ആണല്ലേ? അതെ അതെ, വളരെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ എന്താ പറയുക ഹിസ്റ്ററിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞതിലും അതിലൊരു വലിയൊരു പങ്കുവെക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഹെൽമെറ്റ് തട്ടി ഒരു ഫൈനലിലേക്ക് കടക്കുന്നു, ഒരു ഫൈനലിലേക്ക് ആ ഹെൽമെറ്റ് കാരണമാകുന്നു പറയുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു? ആ മൂമെന്റിൽ എന്തായിരുന്നു തോന്നിയത്? അല്ല, ഞാൻ ഇപ്പം സ്റ്റേജിൽ പറഞ്ഞ പോലെ അതൊരു മാജിക്കൽ മൂമെന്റ് ആണ്. അതൊരിക്കലും എന്താ പറയുക ജീവിതം ലൈഫ് ലോങ് ഉള്ള ഒരു സംഭവമാണത്. അതിന് പുറമെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന എഫേർട്ടൊക്കെ അതിൻ്റെയൊക്കെ ഒരു ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ. 2ാം സീസണിലേക്ക് കേരള ക്രിക്കറ്റ് ലീഗ് കടക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ ഒന്നുമില്ല, ടീമിനെ കപ്പടിക്കുക, അതാണ് അൾട്ടിമേറ്റ് ഗോൾ. അങ്ങനെ ഇൻഡിവിജ്വൽ പെർഫോമൻസോ കാര്യങ്ങളൊന്നുമില്ല. ടീമിനെ അങ്ങനെ ജയിപ്പിക്കാൻ പറ്റും ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കും. ആ ഒരു രീതിയിൽ ടീമിന് എന്താണ് ആവശ്യം അതിൻ്റെ ആ റോള് ഏറ്റെടുത്തിട്ട് മാച്ച് ജയിപ്പിക്കാൻ നോക്കും. ഇത്തവണ സഞ്ജു അടക്കമുള്ളവർ ലീഗിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ജനപ്രീതി കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയൊരു ആരാധകർ ഇത്തവണ സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ? തീർച്ചയായും സഞ്ജുഭായ് എന്നൊരു ആസ് എ പേഴ്സൺ എനിക്ക് ഏറ്റവും എൻ്റെ റോൾ മോഡലാണ് സഞ്ജുഭായ്. കാരണം എന്നെ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങളും കുറേ പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയും അതുപോലെ തന്നെ മെൻ്റലി കുറേ കാര്യങ്ങളും പറഞ്ഞ ഒരു ഏറ്റവും എനിക്ക് എൻ്റെ റോൾ മോഡലാണ്. ഞാൻ അത്രയും ബഹുമാനം അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം തീർച്ചയായും ആ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാകും KCL. തീർച്ചയായും എന്നത് കണ്ടറിയണം എന്നുള്ളത്. ഈ KCL അല്ലെങ്കിൽ പുതിയ തലമുറ ക്രിക്കറ്റ് താരങ്ങൾക്ക് KCA നൽകുന്ന ഒരു പിന്തുണ അത് വളരെ വലുതാണ്. ഇപ്പം കഴിഞ്ഞ വട്ടത്തെ KCL കൊണ്ടാണ് ഇപ്പോൾ വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസിൻ്റെയൊക്കെ വരെ എത്താനുള്ള സാധിച്ചു. അപ്പോൾ KCA നൽകുന്ന ഒരു പിന്തുണ എത്രത്തോളമാണ്? തീർച്ചയായും ഭയങ്കര നല്ലൊരു സപ്പോർട്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നത്. കാരണം കേരള ക്രിക്കറ്റ് ലീഗ് പറഞ്ഞ ഒരു സംഭവം നടത്തണമെങ്കിൽ അതിൻ്റെ പുറമെ നല്ല എഫേർട്ട് വരണം. എഫേർട്ട് ഹാർഡ് വർക്കും ഇന്ന രീതിയിലെ പ്രിപ്പറേഷനും കാര്യങ്ങളും അത് അത്രത്തോളം ഭംഗിയായിട്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമുക്ക് വേണ്ടി ചെയ്യാറുണ്ട്. കാരണം നമ്മളെപ്പോലത്തെ പ്ലേയേഴ്സിന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയും എന്താ പറയുക ലൈവ് ഗെയിമും അതുപോലെ തന്നെ നൈറ്റ് ഗെയിംസ് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സംഭവം. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ വിഘ്നേഷ് പുത്തൂർ എല്ലാവരും ഇനിയും കുറേ പ്ലേയേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് IPL കളിക്കും, നല്ല വിശ്വാസമുണ്ട്. അത്രയും കാലിബറായ അത്രയും എന്താ പറയുക സ്കിൽ സെറ്റുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തവണ കിരീടം ചൂടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ കളിക്കളത്തിൽ നിന്നുള്ള വിശേഷങ്ങളുമായുള്ള കളിക്കളം അതിൻ്റെ ഈ ഒരു അധ്യായം അതിവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ കായിക വിശേഷങ്ങൾ കളിക്കളത്തിൽ നിന്ന് നേരിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. കളിക്കളത്തിലെ വിശേഷങ്ങൾ അത് കുറച്ച് സർപ്രൈസായിട്ട് ഇനിയും ബാക്കിയിരിപ്പുണ്ട്. അതൊക്കെ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം. എന്തായാലും ഈ ഒരു അധ്യായം അതിവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.